നമ്മളുടെ ഡേ 4 സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ പാക്ക് ചെയ്തിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തിട്ടുള്ള സിവ സ്യൂട്ട്സ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂം തന്നെയായിരുന്നു. പിന്നെ ഇവിടെ തന്നെ ഒരു ബാൽക്കണി ഉണ്ട്. ഇതാണ് ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ഒന്നും അത്രയ്ക്ക് പോരെങ്കിലും അത്യാവശ്യം ഇവിടെ തന്നെ തുണിയൊക്കെ അങ്ങനെ തോരിടാനും ഉണക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഗോവയിൽ വരുമ്പോൾ മിക്കതും നനയും. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഇനിയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ഇറങ്ങണം. നമ്മളങ്ങനെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് സിംഗറിങ് ഫോർട്ട്. അപ്പോൾ ഇത് അറേബ്യൻ സീയിലും സിംഗറിൻ സീക്കും ഫേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫോർട്ട് നിൽക്കുന്നത്. ഇത് 1612 പോർച്ചുഗീസാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതായത് ഡച്ചിൽ നിന്നും മറാഠാസിൽ നിന്നൊക്കെ അവരുടെ ട്രേഡ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിഫൻസ് മെത്തേഡിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നതായിരുന്നു ഈ സിംഗറിൻ ഫോർട്ട് പറയുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ അത് ആ വഴി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു വ്യൂ പോയിൻറ്റും കൂടിയും കിട്ടും. അവിടെ നിന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് സിംഗറിൻ ഫോർട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ബാക്കിലെന്ന് പറയുന്നത് താജ് വില്ലേജ് റിസോർട്ടാണ്. അപ്പോൾ അവിടുന്ന് നമുക്ക് അതിലേക്ക് ആക്സസ് ഡയറക്റ്റായിട്ട് കിട്ടും. പക്ഷെ നമുക്ക് പുറമേ ഉള്ളവർക്ക് ഇങ്ങനെ തന്നെയാണ് അതിലേക്കുള്ള വഴിയുള്ളത്. അപ്പോൾ ഇത് നമ്മൾ സിംഗറിൻ ഫോർട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് ദൂരത്താണ് നമ്മൾ പാർക്കിംഗ് ഒക്കെ ഉള്ളത്. അവിടുന്ന് അത്യാവശ്യം നടന്നിട്ട് വേണം നമുക്ക് ഈ സിംഗറിൻ ഫോർട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. സിംഗറിൻ ഫോർട്ട് ഇവിടെ തന്നെ മറ്റൊരു ഫോർട്ടായിട്ടുള്ള അഗ്വാഡ ഫോർട്ടിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ തന്നെ ഉള്ളതാണ് സിംഗറിൻ ഫോർട്ട്. അപ്പോൾ ഇത് തമ്മിൽ നല്ല കണക്ഷൻസ് ഉണ്ട്. ഈ സിംഗറിൻ ഫോർട്ട് കഴിഞ്ഞാൽ ലോവർ അഗ്വാഡയ്ക്ക് ഒരു കണക്ഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെ പോകുമ്പോഴും കാണാൻ പറ്റുമോ നോക്കാം. അപ്പോൾ നമ്മൾ ആ ആർച്ച് പോലത്തെ സ്ഥലത്തിൽ ടോപ്പിൽ കയറിക്കുമ്പോൾ ഒരു പനോരമിക് വ്യൂ ആണ് കാണുന്നത്. ഈ സൈഡിൽ ഒരു ബീച്ച് പോലെ ഉണ്ട്. പക്ഷേ ഈ ഭാഗത്തേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. കണ്ടു ഫുൾ ഇങ്ങനെ നമുക്ക് 360 ഡിഗ്രി വ്യൂ കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിലുള്ള ബീച്ചിൽ നമുക്ക് ഇറങ്ങാനും അവിടുന്ന് ബീച്ച് ആക്ടിവിറ്റീസിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ ജെറ്റ് സ്കീ അങ്ങനത്തെ ബോട്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ബീച്ച് ആക്ടിവിറ്റീസും ഈ ഭാഗത്ത് ഉണ്ട് കേട്ടോ. നേരത്തെ കണ്ട വഴി കൂടി നടന്നപ്പോൾ നമുക്ക് ഇതാ കുറച്ച് ഇങ്ങോട്ട് എത്തിയപ്പോൾ ഒരു പ്ലേസ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ പരന്നിട്ടൊരു ഏരിയ ഉണ്ട്. അപ്പോൾ ഇത് സിംഗറിൻ വ്യൂ പോയിന്റ് പറഞ്ഞിട്ട് അപ്പം നമ്മൾ നടന്നു വരുന്ന വഴിക്ക് സിംഗറിൻ ഫോർട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റി കേട്ടോ. പിന്നെ ഇപ്പുറത്ത് ഫുൾ പാറക്കെട്ടുകളാണ്, ഫുൾ റോക്കി ഏരിയ ഈ ഭാഗം. പിന്നെ ആ കാണുന്നത് അഗ്വാഡ ഫോർട്ടിൻ്റെ ഭാഗങ്ങളാണ്. ഇപ്പം അങ്ങോട്ടൊന്നും പോവാൻ നമ്മളെ സമ്മതിക്കില്ല. ഇതുവരെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുള്ളൂ. ഇനി അഗ്വാഡ ഫോർട്ടിക്ക് ഇവിടുന്ന് വേറെ വഴിയാണ് ഉള്ളത്. നമ്മളപ്പോൾ സിംഗറിൻ ഫോർട്ടിലത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അവിടെ നിന്നൊരു 3 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് ഇപ്പോൾ അഗ്വാഡ ഫോർട്ടിലെത്തി. നമ്മൾ നേരത്തെ സിംഗറിൻ ഫോർട്ടിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ അഗ്വാഡ ഫോർട്ടും ഈ ഇവിടേക്ക് വരുന്ന വേറെ രാജ്യത്തിലെ ആൾക്കാരെയൊക്കെ ശത്രുക്കളെയും ഒക്കെ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പണിതിട്ടുള്ളത്. പിന്നെ ഈ സിംഗറിൻ ഫോർട്ടും അഗ്വാഡ ഫോർട്ടും ഒരു ഐലൻഡ് പോലത്തെ സ്ഥലത്തിൻ്റെ രണ്ടറ്റത്താണ്. ഈ ഫോർട്ടിൻ്റെ നടുവിലായിട്ട് ഒരു വാട്ടർ റിസർവോയർ ഉണ്ട്. ആ കാലത്ത് ഏഷ്യയിലത്തെ തന്നെ ഏറ്റവും വലിയ വാട്ടർ റിസർവോയർ ആയിട്ടായിരുന്നു അത് അറിയപ്പെട്ടിരുന്നത്. പിന്നെ ഈ സ്ഥലത്തിൻ്റെ പേരുണ്ടല്ലോ അഗ്വാഡ എന്നുള്ളത്, അത് പോർച്ചുഗീസ് ഭാഷയിൽ വെള്ളത്തിൻ്റെ സ്ഥലം എന്നുള്ളൊരു അർത്ഥമുണ്ട്. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് അഗ്വാഡ എന്നുള്ള പേര് വന്നത്. നമുക്കിനിപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊന്ന് പോയി നോക്കി നോക്കാം. ചാർജസ് ഒരു 50 രൂപ ഉണ്ടായിരുന്നു. അത് നമ്മൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു പെർ ഹെഡ്. പിന്നെ ഈ ഫോർട്ട് നമ്മൾ വന്നിട്ടുള്ളത് അപ്പർ അഗ്വാഡ ഫോർട്ട് എന്ന് പറയുന്ന ഫോർട്ടാണ്. ഇതേപോലെ ഒരു ലോവർ അഗ്വാഡ ഫോർട്ടും ഉണ്ട്.
ഈ അപ്പർ അഗ്വാഡ ഫോർട്ടിലാണ് കൂടുതലും ആൾക്കാരൊക്കെ വരുന്നത്. ലോവർ അഗ്വാഡ ഫോർട്ട് അങ്ങനെ എന്താ പറയുക ഒരു കൊമേഴ്ഷ്യലൈസ്ഡ് ഏരിയ അല്ല. നേരത്തെ നമ്മൾ സിംഗറി ഫോർട്ടിൻ്റെ അറ്റത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, പിന്നെ കുറച്ച് സ്ഥലം അങ്ങനെ ആക്സസ് ഒന്നും ചെയ്യാൻ പറ്റാതെ. എനിക്ക് തോന്നുന്നു ആ സൈഡിലാണ് ലോവർ അഗ്വാഡ ഫോർട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ മെയിനായിട്ടുള്ളത് ഈ ഒരു ലൈറ്റ് ഹൗസ് കാണാനുണ്ട്. പിന്നെ ഇവിടെ ജയിലുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു വാട്ടർ റിസർവോയർ ഉണ്ട്. പിന്നെ ലോവർ അഗ്വാഡ ഫോർട്ട്. ഇതാണ് ഈ അഗ്വാഡ ഫോർട്ടിനെ ബന്ധപ്പെട്ടിട്ട് മെയിനായിട്ട് ഇവിടെ കാണാനുള്ളത്. ഇപ്പോൾ ലോവർക്ക് പോകണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ താജ്ക്ക് തോന്നുന്നു താജ് വഴി തന്നെ പോകാൻ പറ്റുള്ളൂ. ഇവിടുന്ന് വേറെ വഴിയൊന്നും ഞങ്ങൾക്കും കിട്ടിയില്ല കേട്ടോ. ഇവിടെ ആകെക്കൂടി നമുക്ക് ഈ ഭാഗങ്ങൾ മാത്രമാണ് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ കാണുന്ന ഈ ഇതാണ് ഇവിടെയുള്ള വാട്ടർ റിസർവോയർ അറിയുന്നത്. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഇതിന് ചുറ്റോറും ഇവരെ ഒരു കുഴി പോലെ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ആൾക്കാർ കയറാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. മോട്ട് എന്ന് പറയില്ലേ നമ്മൾ, ഈ ഇതിൻ്റെ അകത്തേക്ക് ശത്രുക്കൾക്ക് പെട്ടെന്ന് കയറാതിരിക്കാൻ വേണ്ടി വലിയൊരു കുഴി എടുത്തിട്ട് അതിൽ വെള്ളമൊക്കെ നിറച്ചിട്ടാണ്. പിന്നെ ഇതെന്തോ സ്റ്റാർ ഷേപ്പിലാണ് മൊത്തത്തിൽ ഇങ്ങനെ കാണുമ്പോൾ ഉള്ളത്. പിന്നെ അവിടുന്ന് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഇതാ ലോവർ അഗ്വാഡ ഫോർട്ടിൻ്റെ ഫോട്ടോസ്, പിന്നെ പണ്ട് കാലത്തുള്ള ഗോവയിലുള്ളതും ഇപ്പം അത് പുതുക്കി പണിതതും അങ്ങനെയായിട്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെ അവർ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇറങ്ങുന്ന ഭാഗത്ത്. 400 കൊല്ലത്തിൻ്റെ വ്യത്യാസമാണ് ഈ ഓരോ ഫോട്ടോസിലും. 1500 1600 കാലഘട്ടങ്ങളിലുള്ള ഇവിടുത്തെ ബിൽഡിങ്സും അതിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനും അങ്ങനെയാണ് ഇതിൽ. നമ്മളിനിപ്പോൾ ബീച്ച് ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്ന പാലല്ലേ, ഇത് ഗോവയിലത്തെ ലോങ്ങസ്റ്റ് പാലാണ്. 2019 ഇതിൻ്റെ പണി കഴിഞ്ഞത്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് അടൽ സേതു എന്നാണ്. ഓൾമോസ്റ്റ് ഒരു 5 കിലോമീറ്റർ ഉണ്ട് മൊത്തം നീളം. അതിൽ ഒരു 1 കിലോമീറ്ററിന് അടുത്ത് വെള്ളത്തിൻ്റെ മുകളിൽ, ബാക്കി മറ്റേ അതിൻ്റെ അപ്രോച്ച് റോഡും അങ്ങനെയൊക്കെ കൂടിയിട്ട്. നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ വന്നിരുന്ന ഒരു ഹൈവേ ഉണ്ട്, NH66. ആ ഹൈവേ ആണ് ഇതിൻ്റെ മുകളിൽ കൂടെ പോകുന്നത്. ഇത് ഓൾമോസ്റ്റ് ഗോവയിലത്തെ ഏറ്റവും ബിസിയസ്റ്റ് പാലമായിട്ടും വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാൻ പറ്റും. ഒരു പെർ ഡേ ഒരു 70,000 വണ്ടിയൊക്കെ ഇതിൻ്റെ മുകളിൽ കൂടെ പോകും. അപ്പോൾ ഇന്ന് നമ്മുടെ 4th ഡേ ആണ്. കണ്ടോലിംഗ് ബീച്ചിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി നമുക്ക് ബാഗ ബീച്ചും കലാംകുട്ടെ ബീച്ചും ബാഗ ബീച്ചും കലാംകുട്ടെ ബീച്ചും കൂടിയാണ് കാണാനുള്ളത്. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടുത്തെ നൈറ്റ് ലൈഫൊക്കെ എങ്ങനെയാണ് അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നോക്കാം, നമുക്ക് ഇങ്ങനെ കറങ്ങി രാത്രി കാഴ്ചകളും ഒക്കെ കാണാം. കൻഡോലിം ബീച്ചിലേക്കുള്ള എൻട്രൻസ് ഏരിയ ആണിത്. 2 സൈഡിലും കുറേ ഷോപ്സൊക്കെ ഉണ്ട്. അതിപ്പോൾ സൺസെറ്റിൻ്റെ ടൈമായി തുടങ്ങി, നമുക്ക് വേഗം അങ്ങോട്ട് ചെല്ലാം. എൻ്റെ അമ്മോ, ഇവിടെ ആൾക്കാർ വന്നേക്കണം നോക്ക് സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല, സുഖമായിട്ട് ഇരുന്ന് സൺസെറ്റൊക്കെ കാണാമെന്ന് വെച്ചിട്ട് എത്തിയതാണ്. ഇവിടെ എന്താ പറയുക, ഒരു തരി സ്ഥലം ബാക്കിയില്ല, എല്ലാ സീറ്റ്സും ഓക്യുപ്പൈഡാണ്. പിന്നെ സൈഡിലൊക്കെ കുറച്ച് ഷാക്സൊക്കെ ഉണ്ട്. നോക്കട്ടെ, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്നു നോക്കാം. എവിടെയെങ്കിലും സ്ഥലം അവൈലബിൾ ആണെങ്കിൽ കുറച്ചൊന്ന് നേരം ചില്ലാവാൻ വേണ്ടിയിട്ട് നോക്കട്ടെ. കാൻഡോലിം ബീച്ചിൻ്റെ മെയിൻ അട്രാക്ഷൻസ് എന്ന് പറയുന്നത് ഇവിടുത്തെ സൺസെറ്റാണ് ഒന്ന്. പിന്നെ ഇവിടെ വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ഉള്ളതാണ്, അപ്പോൾ അത് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. പിന്നെ അത്യാവശ്യം വൈഡായിട്ടുള്ളൊരു ബീച്ചാണ്, അപ്പോൾ കുറേ ഷാക്സ് ഉണ്ട് ഇവിടെ സൈഡിലൊക്കെ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ബിയറൊക്കെ അടിച്ച് ചില്ലായിട്ടിരിക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് കാൻഡോലിം ബീച്ച്. പിന്നെ ഇവിടെ വന്നപ്പോൾ ബീച്ചുകളുടെ ഒരു പ്രത്യേകത തോന്നിയത് എന്താ വെച്ചാൽ അധികം ആഴമൊന്നുമില്ല ബീച്ചിന്. അത്യാവശ്യം നമുക്ക് ഉള്ളിലേക്ക് നടക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കുറച്ചും കൂടി സേഫായിട്ടും പിന്നെ കുട്ടികളെ കൊണ്ടുവരാനും നമുക്ക് തന്നെ കുറച്ചും കൂടി ബീച്ചിലേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ നനയുക, കളിക്കുക, അങ്ങനത്തേനൊക്കെ പറ്റുന്ന കേട്ടോ ഈ ഗോവയിലത്തെ ബീച്ചുകളൊക്കെ. ഞങ്ങളിപ്പോൾ ഇവിടുത്തെ ഒരു ഷാക്കിൽ കയറിയിട്ട് ഒരു ബർഗർ പിന്നെ ഒരു മൊജിറ്റൊക്കെ പറഞ്ഞിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിച്ചിങ്ങനെ ബീച്ചൊക്കെ കണ്ട് ഇരിക്കുക. മുന്നിൽ ഒരുപാട് പുറമേയൊക്കെ സീറ്റ് ഉണ്ട്, അവിടെ ഒരുപാട് പേര് ഇരുന്ന് ബിയറൊക്കെ അടിക്കുന്നുണ്ട്. കുറേ പേരിങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. പിന്നെ കുറേ പേരിങ്ങനെ പാട്ടും ഭയങ്കര ആക്റ്റീവായിട്ട് കേട്ടോ ഈ ഭാഗങ്ങളൊക്കെ. അപ്പോൾ അതിനനുസരിച്ച് ഡാൻസ് അങ്ങനത്തെയൊക്കെ പരിപാടി ഉണ്ട് ഇവിടെ.
ഈ ബീച്ചിൽ ഒരു 6 മണി 6:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈഫ് ഗാർഡ് വന്നിട്ട് എല്ലാവരെയും കയറ്റും കേട്ടോ. പിന്നെ നമുക്ക് അങ്ങനെ ഉള്ളിലേക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല, ബീച്ച് ആക്ടിവിറ്റീസൊക്കെ നിൽക്കും. പിന്നെ നമുക്ക് ഇതേപോലെ ജസ്റ്റ് കാല് നനയ്ക്കുക, അതേപോലെ ഇങ്ങനെ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യുക, ഇത് മാത്രമേ പറ്റുള്ളൂ. ഇനി ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ബീച്ചിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് മെയിൻ റോഡിലേക്ക് വന്നു. അപ്പോൾ ഈ ഭാഗം നല്ല ആക്റ്റീവായിട്ട് തന്നെയാണ് ഉള്ളത്. നമ്മൾ തിരിച്ച് ഇപ്പോൾ ഹോട്ടലിലേക്ക് പോവുകയാണ്. അപ്പോൾ നേരത്തെ രാവിലെ കണ്ടിട്ടുള്ള ആ ഒരു ബ്രിഡ്ജാട്ടോ ഇത്. ഇപ്പോൾ രാത്രി ആയപ്പോഴേക്കും നന്നായിട്ട് ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ, സിറ്റി മൊത്തം ലൈറ്റായിട്ട്. നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ ഇതാണ്. അപ്പോൾ നല്ല ആംബിയൻസ് ഉള്ള ഒരു സ്ഥലം കേട്ടോ ഇത് അതേപോലെ ഒരു റിവറിൻ്റെ സൈഡിലാണുള്ളത്. ഞങ്ങൾ രാവിലെ വരുമ്പോൾ ഇതിൽ തീരെ വെള്ളം ഉണ്ടായിരുന്നില്ല, വേലിയിറക്കത്തിൻ്റെ സമയമായിരുന്നു തോന്നുന്നുണ്ട്. ഇപ്പോൾ വേലിയേറ്റത്തിൻ്റെ സമയമുണ്ട്, ഫുള്ള് വെള്ളമായിട്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ നല്ല വൈബ് കേട്ടോ ഈ ഭാഗത്ത് നിൽക്കാനും ഇതൊക്കെ. പിന്നെ ഇവിടെ തന്നെ കുറേ ഫോട്ടോ എടുക്കാനുള്ള സ്പേസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ കായലൊക്കെ കണ്ട് ഇരുന്ന് ഫുഡ് കഴിക്കാനും ഒക്കെ ഉള്ള സംവിധാനമുണ്ട്. ഞങ്ങൾ ഇവിടെ തന്നെയാണ് ഇന്നത്തെ ഡിന്നർ കഴിച്ചിട്ടുള്ളത്. ഈ ഹോട്ടലിൻ്റെ പേര് ബ്ലൂ മിസിൽസ് ബൈ ദ റിവർ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയ ഹോട്ടലാണ്, കുറച്ച് റൂമുകളുള്ളൂ. ഇവർക്ക് മെയിനായിട്ട് റെസ്റ്റോറൻറ്റൊക്കെയാണ് ഉള്ളത്. അപ്പം നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഗോവയിൽ ഫുഡ് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ചിക്കൻ സെക്യൂരിറ്റി ഇല്ലേ, ആദ്യം നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഡിഷാണ്. അതേപോലെ ഇവിടെ ഒരു ഡ്രിങ്ക് ഉണ്ട്, നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള മൊജിറ്റോ ഒക്കെ പോലെ. അതിൻ്റെ പേരാണ് കൊക്കും എന്ന് പറഞ്ഞിട്ട്. അത് മാംഗോസ്റ്റീൻ്റെ തൊണ്ട് വെച്ച് ഉണ്ടാക്കുന്ന ഒരു ഡ്രിങ്കാണ്. ഇതും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്ന് കണ്ട സ്ഥലങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക. നാളെ നമ്മളുടെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ നാളെ കവർ ചെയ്യുന്നത് മെയിൻ സിറ്റിയുടെ ഉള്ളിൽ തന്നെയാണ്, കാരണം നമുക്ക് തിരിച്ചു പോകേണ്ടതല്ലേ. അപ്പോൾ മ്യൂസിയം, അതേ ഫൊണ്ടേന്യാസ് അങ്ങനത്തെയൊക്കെയാണ് നാളെ കവർ ചെയ്യുന്നത്.